6ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ, ലതാ സജീവയുടെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക്, അതായത് വിശകലന മൂല്യനിർണ്ണയ ചോദ്യങ്ങളുടെ ഒരു വിശകലനമാണ്. അപ്പോൾ നിങ്ങൾക്ക് 18-ാം തീയതി മലയാളം സെക്കൻഡ്, അതായത് അടിസ്ഥാന പാഠാവലിയുടെ പരീക്ഷയാണ്. ആദ്യം അതിലേക്കുള്ള ചില മാതൃകാ ചോദ്യങ്ങളാണ് ഇവിടെ തരുന്നത്. ഇപ്പോൾ വായിക്കാം, എഴുതാം, അതായത് നമ്മൾ സാധാരണ ചെയ്യുന്നത് തന്നെ. ഖണ്ഡിക വായിച്ച് നമ്മൾ സാധാരണ ചെയ്യുന്ന ചോദ്യങ്ങൾ, താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ നല്ലപോലെ പാസേജ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ചോദ്യം എഴുതാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഖണ്ഡികയ്ക്ക് പകരം ഒരു കവിതയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ കവിത വായിച്ചിട്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അത് ഈസിയാണ്. ആ കവിതയൊന്ന് നല്ലപോലെ 1-2 വട്ടം വായിച്ചു കഴിഞ്ഞാൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കുന്നതാണ്. ഇതുപോലെയുള്ള 2 എണ്ണം എന്തായാലും നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കും. ഈ ചോദ്യം ഒന്ന് നോക്കൂ. വർണ്ണന തയ്യാറാക്കാം. ക്ലാസ് പതിപ്പിലേക്കായി സന്ധ്യാസമയത്തെ കാഴ്ചകളുടെ വർണ്ണന തയ്യാറാക്കുകയാണ് സ്നേഹ. ടെറസിൽ നിന്നുള്ള കാഴ്ചയിൽ നിറയുന്ന ദൃശ്യങ്ങൾ അവൾ എഴുതാൻ തുടങ്ങി. അതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെയുണ്ട്. ആകാശത്താരോ ഒളിഞ്ഞിരുന്ന് ചുവപ്പും കുങ്കുമവും മഞ്ഞയും സ്വർണ്ണ നിറവുമൊക്കെ വാരി പൂശിയ പോലെ എന്തൊരു തുടുപ്പാണ് സൂര്യന്. അപ്പം അത് നമ്മൾ പണ്ട് പറയുമല്ലോ, ഒരിടത്തൊരിടത്തൊരു പൂപ്പനും ആ രീതിയല്ല ഇപ്പം. കഥകൾ തന്നെ തുടങ്ങുന്നത് അങ്ങനെയല്ല. അപ്പോൾ പിന്നെ വർണ്ണന വെറുതെ ആകാശം ചുമന്നിരുന്നു അല്ലെങ്കിൽ ചെമ്മാനം കണ്ടു എന്ന് പറയാതെ നമുക്ക് എത്രമാത്രം അതിനെ വിവരിച്ചെഴുതാമോ അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് വർണ്ണന എത്രമാത്രം നമ്മളെ കൊണ്ട് പറ്റും. കുറച്ചൊക്കെ സാഹിത്യവാസന എഴുതാനുള്ള അഭിരുചികളുള്ള കുട്ടികൾക്ക് നല്ല പോലെ ചെയ്യാവുന്ന ഒന്നാണ്. അപ്പം നമ്മുടെ വിശകലനം, അതായത് വർണ്ണന എത്രമാത്രം നമുക്കതിനെ ഭംഗിയാക്കാമോ അതായിരിക്കും നമ്മുടെ പോയിന്റിൽ വരുന്നത്. പിന്നെ ഒറ്റ മാർക്കിൻ്റെ ഒരു ചോദ്യം കൂടെ ഉണ്ട് ഇവിടെ. അന്തിക്കതിൽ മാരിവെല്ല് വരച്ച് കളിക്കുന്നത് ആരാണ്? അത് ഒറ്റ മാർക്കിൻ്റെ, നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകും. അപ്പം അങ്ങനെ വർണ്ണന തയ്യാറാക്കുക എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. കൂട്ടുകാരെ, കവിതയ്ക്ക് മാത്രമല്ല ആസ്വാദനക്കുറിപ്പ്, കഥയ്ക്ക് നമുക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ പറ്റും. ഇവിടെ കുടയില്ലാത്തവർ എന്ന ഒരു നിങ്ങളുടെ പാഠപുസ്തകത്തിലെയാണെന്ന് തോന്നുന്നത്, നേരത്തെയുള്ള ഭാഗമാണ്. ആ ഭാഗം തന്നിട്ട് അതിനകത്ത് ഇതിനെക്കുറിച്ചൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ കവിതയ്ക്ക് മാത്രം ആസ്വാദനക്കുറിപ്പ് നോക്കുക, അല്ല കഥയ്ക്ക് നമുക്ക് എങ്ങനെയാണ് ആസ്വദിച്ചതെന്ന് വെച്ചാൽ നമുക്കത് എഴുതാൻ പറ്റും. അപ്പോൾ ആ കഥ എന്താണെന്ന് എഴുതിയാൽ മതി, അതിലെ ആശയം എന്താണെന്ന് എഴുതിയാൽ മതി. പിന്നെ അവിടെ 1 മാർക്കിൻ്റെ ഒരു ചോദ്യം കൂടി തന്നിട്ടുണ്ട്. കാഴ്ച വയ്ക്കുവാൻ മുത്തുകളിൽ നിൽക്കുന്ന ആരെന്നാണ് സാധ്യമെന്ത എന്ന കവിതയിൽ പറയുന്നത്. നമ്മൾ പഠിച്ചതാണല്ലോ സാധ്യമെന്ന കവിത. എന്താണ് അവിടെ വരുന്ന ആൻസർ എന്ന് അത് വായിച്ച് നോക്കി നിങ്ങൾ എഴുതാം. ഇതുപോലെ ഒരു ആസ്വാദനക്കുറിപ്പ് എന്തായാലും ഉണ്ടാവും, അതും മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ ഞാൻ പ്രത്യേകം പറയുകയാണ്, ജീവചരിത്രക്കുറിപ്പ് ഏതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സൂചനകൾ തന്നിട്ടായിരിക്കും ആ ചോദ്യം വരുന്നത്. അതും ഒരുപാട് കവികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊരാളുടെ ചോദിക്കാൻ സാധ്യത. കൂട്ടുകാരെ, വാഗ്മയ ചിത്രം തയ്യാറാക്കുക എന്നൊരു ചോദ്യം നമ്മൾ പുസ്തകത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ ഗാന്ധിജിയുടെ പാഠത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രൂപം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, സ്വഭാവം, അതെല്ലാം ആ പാഠത്തിലുണ്ട്. അതേപോലെ തന്നെ ഇവിടെ 2 ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഒന്ന് ഭഗത് സിംഗിൻ്റെയും ഒന്ന് സ്വാമി വിവേകാനന്ദൻ്റെ. ഇവരിൽ ആരെയെങ്കിലും ഒരാളുടെ വാഗ്മയ ചിത്രം, അതായത് വാഗ്മയ ചിത്രം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അതിലെല്ലാം ഉൾപ്പെടുന്ന പ്രവർത്തന രീതിയും അല്ലാതെ ആളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രൂപവും പ്രവർത്തനവും ശൈലികളും എല്ലാം ചേർത്തൊരു കുറിപ്പ് തയ്യാറാക്കുക. അതാണ് വാഗ്മയ ചിത്രം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ആ പാഠവുമായി, ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ആ പാഠവുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നോക്കി മനസ്സിലാക്കി വയ്ക്കുക. കൂട്ടുകാരെ, ഈ ചോദ്യം ഒന്ന് നോക്കൂ. വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക എന്ന്. എന്താ ഉണ്ണി ഷർട്ട് മുഴുവനും ചളിയാക്കി കൊണ്ടുവന്നിരിക്കുക? മുറ്റത്തെ ചളി മുഴുവനും വീടിനകത്തുണ്ടല്ലോ, വീടിനകത്താക്കുമല്ലോ ഈ ചെക്കൻ. പനി പിടിക്കും മോളെ, മഴയത്ത് നിന്ന് കയറിവ. ഇതൊക്കെ കുട്ടികളോട് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഒരു പാഠപുസ്തകമുണ്ട്, ഒരു കവിതയുണ്ട്. എന്താണ് ബാലലീല എന്ന കവിതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾക്ക് കൂത്താടാനല്ലെങ്കിൽ എന്തിനാണ് ഈ ചെളി, അല്ലേ? എന്തിനാണ് ഈ ചെളി ഉണ്ടായിരിക്കുന്നത്? വെറുതെ ചെളി എന്തിനാ? അപ്പോൾ ഇത് കുട്ടികൾക്ക് കൂത്താടാൻ. അപ്പോൾ ആ ചെളിയിൽ കൂത്താടാൻ വേണ്ടി പ്രകൃതി തന്നെ ഒരുക്കിയതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ചെളിയിൽ കൂത്താടിയാൽ നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും വരില്ലേ? അപ്പോൾ 2 തരത്തിൽ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരുണ്ട്. അത് അറിഞ്ഞ് കേട്ട, പണ്ടത്തെ കാലത്താണ് മഴ നനയും ചെളിയിലും. ആദ്യം മഴ പെയ്യുമ്പോഴത്തേക്കിന് എല്ലാവരും അതിലിറങ്ങി ഭയങ്കരമായിട്ട് സന്തോഷിക്കും. പിന്നെ ചെളി വെള്ളത്തിൽ കളിക്കും. എന്താ പറയുക, പേപ്പർ കൊണ്ട് വള്ളം ഉണ്ടാക്കി ഒഴുകും. എന്തൊക്കെ ചെയ്താലും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ
ഇപ്പോഴതല്ല, ആരും അതിനൊക്കെ സമ്മതിക്കുകയില്ല. അഥവാ ഈ വെള്ളത്തിലോ മഴയത്തോ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും പനി പിടിക്കുകയും ചെയ്യും. അതിൻ്റെ കാരണം. അപ്പം ആ കാരണങ്ങളും പിന്നെ ഇപ്പോഴുള്ളവരും പണ്ടുള്ളവരും കുട്ടികളിൽ കൊടുത്തിരിക്കുന്ന ഈ തടസ്സങ്ങളും എന്താണ് പിന്നെ അരുത് എന്ന് പറയുന്നതിൻ്റെ കാരണവും എന്തൊക്കെയായിരിക്കും എന്നുള്ളത് കൂടെ ചേർത്ത് ഒരു റിപ്പോർട്ട്, ഒരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. കൂട്ടുകാരെ, ഈ ചോദ്യങ്ങൾ തന്നെ ചോദിക്കുമെന്നൊന്നും അല്ല പറഞ്ഞത്. ഇതേപോലുള്ള ഇത് മാതൃകയാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ തയ്യാറായിരിക്കുക. എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പരീക്ഷ കഴിഞ്ഞുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വിശദീകരിച്ച് ഇടുന്നതായിരിക്കും.